നമ്മളെവിടെ പോന്നേ? ഇറ്റ്സ് മീ ആതിര. ഇനി ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് കേട്ടോ. ഞങ്ങളുടെ സ്വന്തം നാടായ കണ്ണൂരിലെ ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമായി ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലേക്കാണ് ഞങ്ങളെ യാത്ര. ഇന്ന് 6 മണിയാകുമ്പോൾ റെഡി ആവണേ. മേക്കപ്പിന് അധികം സമയം എടുക്കില്ലേന്ന് എന്നേ ഷെറി വിളിച്ച് പറയാം. അവനറിയില്ലല്ലോ ഞങ്ങളെ കഷ്ടപ്പാട്. ഇതാ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഞങ്ങളെ കാര്യം നോക്കാൻ സമയമില്ല. ഇതാ അവനെ കുളിപ്പിക്കണം, അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അവന് റെഡിയാക്കണം. പിന്നെ പോകുമ്പോൾ എന്തെല്ലാം എടുക്കണം എന്ന് അവൻ്റെത്. അവൻ്റെ എക്സ്ട്രാ ഡ്രസ്സ് എടുക്കണം, അവൻ്റെ ടോയ് എടുക്കണം, വെള്ളം എടുക്കണം, എന്തൊക്കെ സ്നാക്സ് കരുതണം. ഇങ്ങനെ പല കാര്യങ്ങൾ. പണ്ടിലാണെങ്കിൽ സ്വന്തം ഡ്രസ്സ് എടുത്ത് അയൺ ചെയ്ത് 2 കമ്മലിട്ട് മാലയിട്ട് ഫോട്ടോ എടുത്ത് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടെങ്കിൽ തീർന്ന്. ഇപ്പം അങ്ങനെയാണോ? പറ്റത്തില്ലെന്നേ. ഇതാ ഇരിക്കുന്ന മുതലുണ്ടല്ലോ 2 കലമും 4 കരച്ചിലും കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഇരിപ്പാ കണ്ടാ പറയോ എന്ത് മാന്യനായിട്ടിരിക്കും. ഇപ്പം ചെറിയ വാശി കൂടിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടൊക്കെ ഉണ്ട് എനിക്ക്. സഹൃദയരെ, ഇനി എൻ്റെ കലാപരിപാടികൾ ആരംഭിക്കാൻ പോവാണ് കേട്ടോ. ഈ ഡ്രസ്സ് ഉണ്ടല്ലോ സുമേഷ് എനിക്ക് വാങ്ങി തന്നെ. അതൊരു കല്യാണത്തിന്, ഞങ്ങൾ കസിൻ്റെ കല്യാണമായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഇത്രയും ലോക്കലായിട്ടുള്ള സിമ്പിളായിട്ട് ഡ്രസ്സാണ് നിങ്ങൾ എനിക്ക് വാങ്ങി തന്നത്. അന്ന് രാത്രി ഫുൾ ഞാൻ ഇരുന്ന് കയറി. ബാക്കിയുള്ളവരൊക്കെ നല്ല ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ മാത്രം ഈ അൽക്കുലത്തെ ഡ്രസ്സ് ഇട്ട് പോകേണ്ടി സുമേഷ് ഇട്ടാന്ന് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ ഇട്ടാൽ മതി എന്നായിരുന്നു അവൻ്റെ റിപ്പ്. അല്ലെങ്കിൽ നല്ലത് മനസ്സിലാക്കാനുള്ള ബോധം എനിക്കില്ല എന്നുള്ള മറ്റൊരു കമൻറ്റ്. പിന്നെ എൻ്റെ അൽക്കുലത്തെ പണികളായ ചെറിയ ചെറിയ ഫോട്ടോസ്, കലാപരിപാടികൾ, വീഡിയോസ് അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഒന്ന് ഇറങ്ങി. ട്രാവലറായിരുന്നേ. ഞങ്ങൾ പിള്ളേർ ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇതായിരിക്കുന്നു ഞങ്ങളുടെ പിള്ളേർ. ഞങ്ങളുടെ നാട്ടിലെ പിള്ളേർ അടിപൊളി പിള്ളേരായിട്ടോ. എല്ലാം ഭയങ്കര കോപ്പറേറ്റീവ് മെൻറ്റാലിറ്റിയാണ്. എല്ലാവരും സഹായ മനസ്കതയുള്ളവരാണ്. എന്താ പറയുക, നമുക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ ഓക്കെ ചേച്ചി ഞാൻ വരാമല്ലോ എന്ന് പറയാൻ നല്ല കുട്ടികളാണ്. അമ്പാടി ആദ്യമായിട്ടോട്ടെ ഇങ്ങനെ ട്രാവലറിലൊക്കെ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അമ്പാടിൻ്റെ മുഖത്തുണ്ട്. കാരണം എല്ലാവരും കൂടെ അമ്പാടി ഇങ്ങനെ ജോളിയായിട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല. അമ്പാടിക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവനത് സന്തോഷം ഉണ്ടായിരുന്നു, പിള്ളേരോടൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, പുറത്തുള്ള കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. സുമേഷ് ചേട്ടൻ ഉറക്കം മുഖ്യമാണ്. എന്ത് പരിപാടി വന്നാലും ഞങ്ങൾ ഷോപ്പിന്റെ പേര് നമുക്ക് വരാൻ പറ്റുമോ? സാധനം അങ്ങനെ പറ്റില്ല. പിന്നെ പറയാലോ പറ സുമേഷ് ചേട്ടാ, ഞാനാണ് ഏട്ടൻ്റെ ചങ്ക് നമുക്ക് പറ. എന്റെ പേര് അമൽ, മയിൽ സ്വദേശിയാണ്. ഞാൻ എല്ലാ കൊല്ലവും ഋത്തിക്കിന്റെ പാക്കേജിലാണ് കൊട്ടിയൂരേക്ക് പോവാറ്. ഇക്കൊല്ലവും പേര് സാധിച്ചു. വിഷ്ണു വിളിച്ചിട്ടാണ് ഞാൻ ഇപ്രാവശ്യം യാത്രയില്. ഞാൻ അടുത്ത ആഴ്ച യാത്രയിൽ പോകാൻ വേണ്ടി ഇരുന്നതാണ്. ഡിസൈൻ ഷോപ്പ് തുടങ്ങി. വിഷ്ണുവാണ് പാർട്ട്ണർ. പൊട്ടി ആദ്യം ഇറ്റാച്ച് നമ്മളെ പ്രേക്ഷകർ ഏറ്റവും വലിയ ആഗ്രഹമാണ് എത്തിയാർ വീടിനെ എഴുതാൻ കണ്ട്. ലവ് സ്റ്റോറി പറ. ഇവിടുന്ന് ഫസ്റ്റ് ടൈം ഇവിടുന്ന് കണ്ടുകൂട്ടി. അതൊരു വല്ലാത്ത സംഭവം. അതിപ്പോ നീ പറ, ഇവിടുന്ന് കണ്ടുകൂട്ടി. കോളേജിൽ ആരാ ഫസ്റ്റ് ഇഷ്ടാന്ന് പറഞ്ഞേ? മഞ്ഞ 2 വാക്ക് സംസാരിച്ച മഴയെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല മഴയായിരുന്നു, പോകുന്നവരെ മഴയായിരുന്നു. അല്ലെങ്കിലും കൊട്ടിയൂരും മഴയും തമ്മിൽ കണക്ഷൻ ഉള്ളതാണല്ലോ. മഴ നനഞ്ഞ് വേണം അമ്പലത്തിൽ പോകാനൊരു ഐതിഹ്യം കൂടി ഉണ്ട്. മഴ, മഞ്ഞ്, രാത്രി, നല്ല തണുപ്പുള്ള കാലാവസ്ഥ. അമ്പാടിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എത്തും വരെ അവൻ ഉറങ്ങിക്കോട്ടെ ഞാനും കരുതി. പിന്നെ അവിടുന്ന് കുറേ നടക്കണമല്ലോ. അവൻ നടക്കുന്ന ഞാൻ കരുതിയത്, പക്ഷെ അവൻ നടന്നില്ല. ഗൈസ് നടന്നില്ല. തട്ടി നടക്കേണ്ടി വന്നു. പാക്കേജിലാണ് പോക്ക്. പക്ഷെ സവാദ് വന്നതിന് ശേഷം നമ്മൾ സവാദിന്റെ പാക്കേജിൽ മാത്രമേ പോകല്ലോ. ഭക്ഷണം ഫ്രീ ആണെന്നാണ് അന്വേഷിച്ചു. ഭയങ്കര തിരക്കാനാണ്. തിരക്കില്ല.
അവൻ പറഞ്ഞതേ ഉള്ളൂ തിരക്കില്ല, തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും പകൽ പോകുന്നതിന് അപേക്ഷിച്ച് രാത്രി പോകുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അത്ര തിരക്കില്ല, നമ്മൾ കുറേ സമയം ട്രാഫിക് ബ്ലോക്കായി കിടക്കേണ്ടി വന്നിട്ടില്ല. വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, മൂവിങ് കണ്ടീഷൻ തന്നെയായിരുന്നു. 2 സൈഡ് ഓടപ്പൂവായിട്ട് നേരിട്ടുണ്ടായിരുന്നു. കൊട്ടിയൂർ പോകുന്ന എല്ലാവരുടെ കയ്യിലും തിരിച്ചു വരുമ്പോൾ ഒരു ഓടപ്പൂ ഉണ്ടാകും. കാരണം ഈ കൊട്ടിയൂരപ്പൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഓടപ്പൂവിനെ കണക്കാക്കുന്നത്. അതായത് നമ്മുടെ വീടിന്, വണ്ടിയിൽ, അതുപോലെ നമ്മളെന്തെങ്കിലും സ്ഥാപനത്തിൽ, കാരണം ഐശ്വര്യം കൊണ്ടുതരുന്നതാണ് പറയുന്നത്. ഫൈനലി ഇതാ ഞങ്ങൾ കൊട്ടിയൂർ എത്തിയിരിക്കുന്നു. ഈ കൊട്ടിയൂർ എന്ന് പറയുമ്പോഴല്ലോ ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണ് കൊട്ടിയൂർ. ആ യാഗത്തിൽ എല്ലാ ഭഗവാന്മാരെയും വിളിക്കുകയും അവർ വരികയും അവർ ഒത്തുചേരുകയും ചെയ്ത സ്ഥലമാണ് കൊട്ടിയൂർ. അങ്ങനെ എല്ലാ ഈശ്വരന്മാരും കൂടിയ സ്ഥലമായതുകൊണ്ട് കൂടിയ ഊരെന്ന് പറഞ്ഞ് ലാസ്റ്റ് അത് കൊട്ടിയൂരായി മാറി. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് കയറിയിരിക്കുന്ന അക്കരെ കൊട്ടിയൂരിലാണേ. എത്രയാ കച്ചവടക്കാർ, ഞാനത് നോക്കുന്നത്. ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് ശരിക്കും ഒരു വരുമാനമല്ലേ ഇതുകൊണ്ട് ലഭിക്കുന്നത്. അവരെത്ര കുടുംബങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ടാവും, എത്ര കാര്യങ്ങളായി നടക്കുന്നത്, എത്ര ആൾക്കാരുടെ അന്നം ഒക്കെ അല്ലേ ഈ ഉത്സവം എന്ന് പറയുന്നത്. ഈ ഓടപ്പൂ കണ്ടപ്പോഴേ ഇപ്പാട് വാങ്ങിച്ചാലോ എന്ന് കരുതി. ഇത് വീടുകളിൽ തൂക്കുമ്പോൾ ശനിദോഷം, വാസ്തുദോഷം എന്നിവയൊക്കെ നീങ്ങുന്ന പറയപ്പെടുന്നത്. എത്രത്തോളം പ്രസക്തമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ മുതിർന്നവർ പറയുന്നു. ഇത് അമ്പാടിയുടെ നോട്ടം കണ്ട് ഇത് തെച്ചും കണ്ടിട്ട് ഇത് എന്താ സംഭവം തിരിയാണ്ട് നോക്കുന്നത്. ഇവിടുന്ന് വാങ്ങണോ അച്ഛാ, അവിടുന്ന് വാങ്ങണോ അച്ഛാ, എനിക്ക് എന്താ അച്ഛാ വാങ്ങിത്തരിക, അച്ഛാ വാങ്ങി തന്നിട്ട് പോവച്ചാ എന്ന് പറഞ്ഞാൽ അമ്പാടി നിലവിളിക്കുന്നുണ്ട്. സുമേഷേട്ടൻ അതൊന്നും കേൾക്കാണ്ട് ഓടുകയാണ്, സുഹൃത്തുക്കളെ ഓടുക. ഞാനും നിലവിളിക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും വാങ്ങിത്തായോ എന്നും പറഞ്ഞിട്ട്. കാരണം ഇത് കാണുമ്പോഴേ നമ്മൾ കണ്ടോളങ്ങ് പോകുമ്പോൾ എത്രയാ കമ്മൽ, എത്രയാ മാല. ഇവരെൻ്റെ മുമ്പിൽ കിടന്ന് പ്രണയിക്കുകയാണ് സുഹൃത്തുക്കൾ. എൻ്റെ കൃഷ്ണ, ഇതാ ബാവലി പുഴയൊക്കെ ശക്തിയായിട്ട് ഒഴുകുന്നുണ്ട്. ഒരു കാരണവശാലും നിങ്ങളെ ജീവൻ പണയം വെച്ചൊന്നും കളിക്കാൻ പാടില്ല. കാരണം ഭക്തി, സ്നേഹം ഒക്കെ വേണം, എല്ലാം ആവശ്യത്തിന്. ഈ നിങ്ങൾ ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഓവർ ഭക്തി എപ്പോഴും ആപത്താണ്. അവരാണ് ഏറ്റവും വലിയ കള്ളന്മാർ. ജീവിതാനുഭവമാണ് മക്കൾ. പ്രകൃതിയാൽ ഉപാസന നേടിക്കൊണ്ട് ശിവൻ ധ്യാനത്തിലിരിക്കുന്ന സ്ഥലം, അതായത് പ്രകൃതിയും ശിവനും ചേരുന്ന സ്ഥലം, അതാണ് നമ്മുടെ കൊട്ടിയൂർ. അതിൻ്റെ ഭംഗി കാണാനുണ്ട്, ഒക്കെ ഒരു പ്രകൃതിമയ. അതെ, അവനമ്പലത്തിൽ പോകുന്ന ഇഷ്ടം ഒന്ന് ഈ ഒരു കാരണം, പായസം അത് കിട്ടുന്നുണ്ട്. ദക്ഷൻ യാഗം നടത്തിയ ഭൂമി, സതി തൻ്റെ ജീവൻ ത്യജിച്ച ഭൂമി, ശിവന് തൻ്റെ പ്രണയിനിയെ നഷ്ടപ്പെട്ട ഭൂമി, അങ്ങനെ ഒരുപാട് കഥകൾ പറയാനായിട്ട് നമ്മുടെ കൊട്ടിയൂർ. ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം. പക്ഷെ നമുക്ക് സമാധാനമായിട്ട് തൊഴാനും പ്രാർത്ഥിക്കാനും ശിവൻ്റെ ആ ഒരു വിളക്കൊക്കെ കാണാനൊക്കെ പറ്റി, നല്ല വൃത്തിയൊക്കെ കാണാനൊക്കെ പറ്റി. നമ്മുടെ നാട്ടിലെ ഏട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. തൊഴുത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവരൊക്കെ കണ്ടത്. ഇതാ ഇരിക്കുന്നുണ്ട്. എടുത്താനാ ഇപ്പം നിങ്ങൾ ആരെയും കണ്ടില്ലേ, ഞാൻ 2-3 കോഴികൾ കാണിച്ചു തരട്ടെ. ദാ നിൽക്കുന്നു, ദാ നിൽക്കുന്നു. ആ ചിരി കണ്ടേ, നിൽക്കണ്ട, പുളിച്ചൊരു ചിരി കണ്ടോ. ഞങ്ങൾ അക്കരെ കൊട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇക്കരെ കൊട്ടിയിട്ടൊക്കെ പോവുകയാണ്. ഞാൻ ഈ വഴിയിലേക്ക് ആദ്യമായിട്ടാണ്. ഞാൻ ആകെ 2 തവണയേ വന്നിട്ടുള്ളൂ, ഒന്ന് പകലും ഇന്ന് രാത്രി. എനിക്ക് രാത്രിയെ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം ഈ ഒരു കാലാവസ്ഥ, തണുപ്പ്, ആ ഒരു ഭൂമിൻ്റെ കിടപ്പ് വേണ്ടോ, എന്താ രസമായിരുന്നു കാണാമെന്നറിയോ. പുഴയൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അത്യാവശ്യം വായൊക്കെ നോക്കേണ്ട പരിപാടിയായിരുന്നു, പക്ഷേ സമ്മതിച്ചില്ല. അബി പുറകെ വന്നു, നീ അങ്ങനെ വായി നോക്കണ്ട എന്ന് പറഞ്ഞിട്ട്, നീ എന്നെ മാത്രം നോക്കിയാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവനിതാ വന്ന് പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് നടക്കേണ്ട പരിപാടിയാണ് കേട്ടോ. ഇക്കരെ കുട്ടിയോടും കൂടി പോയിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ. അതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് കടലൊക്കെ കഴിച്ചായിരുന്നേ. മഴ, നല്ല ചൂട് കടല, പിന്നെ അവർ ഒരു ചളി, നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ കോമ്പിനേഷൻ ഇടയ്ക്കൊക്കെ കിട്ടുള്ളൂ. കിട്ടുമ്പോൾ നമ്മളങ്ങ് എൻജോയ് ചെയ്യണം.
പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. ഞാൻ കുട എടുത്തിട്ടുണ്ടായിരുന്നു, പിള്ളേർ ആരും കുട എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു തോർത്തിട്ട് നടക്കുക. ഞാൻ ചോദിച്ചപ്പോൾ അമ്പലത്തിൽ വരുമ്പോൾ അങ്ങനെയായിരിക്കണം, മഴ കൊണ്ട് നടക്കണം പോലും. പക്ഷേ എനിക്ക് പറ്റത്തില്ല, അമ്പാടിക്ക് തണുപ്പുടിച്ച സീനാണ്. എത്ര കടകളാണെന്നറിയോ, 20, 10, 30 അങ്ങനെ ഒരു നല്ല കച്ചവടം തന്നെ നടന്നിട്ടുണ്ടാവണം അവിടെ. ഞാനും കുറേ പറഞ്ഞായിരിക്കും, എനിക്ക് കമ്മല്, മാല, അമ്പാടിക്ക് വണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സുമേഷേട്ടൻ പറഞ്ഞത് ശരിയാണ്, വാങ്ങും, ഞാൻ അവിടെ കൊണ്ടിട്ടും ഉപയോഗിക്കത്തില്ല. പക്ഷേ എനിക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാ. 30 രൂപയിലും കമ്മൽ നമ്മൾ അവിടെയൊക്കെ പോയാലേ കിട്ടും. ഫാൻസിലൊക്കെ പോയാൽ അതിനൊക്കെ ഒരു 10, 300, 50 രൂപയൊക്കെ അതിന് മുകളിൽ പോകും. പക്ഷേ അതിന് ക്വാണ്ടിറ്റി അനുസരിച്ച് മാറ്റം ഉണ്ടാവും. പക്ഷേ എന്നാൽ നമുക്ക് ഈ 30 കാണുമ്പോൾ അങ്ങ് വെറുതെ വിടാൻ തോന്നും. ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ, അമ്പാടിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു, 2 കളിപ്പാട്ടും, പിന്നെ കുറച്ച് സ്നാക്സും വാങ്ങിച്ചു. ഇതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ ഇക്കരക്കുട്ടിയിലേക്ക് പോയത്. ഇക്കരക്കുട്ടിയിൽ കുറച്ചും കൂടി മാറ്റം ഉണ്ടായിരുന്നേ, കുറച്ച് വെളിച്ചും വെട്ടൊക്കെ ആക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അമ്പാടിക്ക് ഇങ്ങനത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറാൻ ഞങ്ങളങ്ങ് തീരുമാനിച്ചു. ദാ വരുന്ന വെള്ളരിപ്രാവുകൾ. ചില ബന്ധങ്ങളെ മനുഷ്യർ കൂട്ടിച്ചേർക്കും, ചില ദൈവങ്ങൾ എങ്ങനെ കൂട്ടിച്ചേർക്കണം, അത് നമ്മളെങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നതിലേക്കും അതിൻ്റെ ഭംഗി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവിടുത്തെ ദർശനം കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങ് ഇറങ്ങുകയാണ്. അവിടെ നട അടച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അധികം ഉള്ളോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് മടങ്ങുമ്പോഴേ അവിടുത്തെ പ്രസാദം കിട്ടിയായിരുന്നു. കുഞ്ഞു നെയ്യപ്പായിരുന്നേ. 5 അപ്പം കൊണ്ട് 5000 പേര് ഊട്ടിയത് യേശുവേ, ഞാൻ നിന്നെ ഓർക്കുന്നു. അതെ, ഷെയറിങ് ഈസ് കെയറിങ് എന്നാണല്ലോ. ആര് പറഞ്ഞു? കൊച്ചു TV പറഞ്ഞു. എനിക്ക് തിരിച്ച് വണ്ടിയിലേക്ക് കയറാമെന്ന് പറഞ്ഞപ്പോഴേ ഓർത്തു, ഞങ്ങൾ കയ്യിൽ ചെരുപ്പില്ല. ഞങ്ങളോട് ഓൾറെഡി പറഞ്ഞതാ വണ്ടിയിൽ അഴിച്ചു വെച്ചാൽ മതി, ചെരുപ്പ് ലാസ്റ്റ് പരതി നടക്കേണ്ടി വരും. ഞങ്ങൾ കേട്ടില്ല, അല്ലെങ്കിൽ വണ്ടി അങ്ങനെ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ. ലാസ്റ്റ് ചെരുപ്പ് പരതി നടന്നു. കിട്ടി മക്കളെ, കിട്ടി. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഈ മാലയൊക്കെ കണ്ട് 50 രൂപയുള്ളൂ, നല്ല ഭംഗിയിലേക്ക് കാണാൻ. ഞങ്ങളങ്ങനെ 2 അമ്പലങ്ങളും കയറി ദർശനം കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയും തപ്പി നടക്കുകയാണ്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് എവിടെയാണെന്ന് ഞങ്ങൾ നോക്കുമായിരുന്നു. ലാസ്റ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ ഫുഡ് കോർട്ടിലേക്ക് പോയി കേട്ടോ. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശമായിരുന്നു ഫുഡ് കഴിക്കുക, എല്ലാവരും കൂടി ഇരുന്നിട്ട്. ഇതാ അതെ, നിങ്ങൾ എന്താ പൊറോട്ട ചില്ലി ചിക്കൻ ഓർഡർ ചെയ്തു. അതിന് മുമ്പ് ചായ കിട്ടിയാൽ നന്നായിരുന്നു തോന്നി. ചായ കിട്ടി, ഇതാ കുടിക്കാൻ പോവാണ് കേട്ടോ. പണ്ട് +2 പഠിക്കുമ്പോഴേ നമ്മൾ ലൈമും പപ്സും ഓർഡർ ചെയ്തിട്ട് ഒരു സോസ് വാങ്ങിക്കും. അതിൻ്റെ ആത്മാവ് വരെ നമ്മൾ ഊറ്റിയെടുക്കും. എനിക്ക് അത് കണ്ടപ്പോൾ ഓർമ്മ വന്നതേ. ഞങ്ങളെ ഫുഡ് ആദ്യം വന്നായിരുന്നു. ഞങ്ങൾ പൊറോട്ടയും ചില്ലി ചിക്കൻ തട്ടിക്കഴിഞ്ഞിട്ട് അവരുടെ ഫുഡ് വന്നില്ല. അവർ ഫുൾ സ്റ്റിൽ വെയിറ്റിംഗ് ആട്ടോ ഫുഡിന് വേണ്ടിയിട്ട്. അവരുടെ നോട്ടം കണ്ട എൻ്റെ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. വിട്ട് തരില്ല ഞാൻ. കണ്ട സ്വന്തം പ്ലേറ്റില്ല, ആരാൻ്റെ പ്ലേറ്റിലാണ് അവൻ്റെ കണ്ണ് ഫുൾ. ഫുഡ് കിട്ടിയപ്പോൾ അതിന്റെ ശുഷ്കാന്തി കണ്ടു മക്കളെ. ലാസ്റ്റിലോട്ട് നമുക്ക് കുറേ ഇട്ട് ശരിക്കും പക്ഷെ ഞാൻ അവരൊരു കഷ്ണം പോലും നമുക്ക് തന്നില്ല. ഞങ്ങൾ ഇത്ര സമയം വരെ കാത്തു നിന്നിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്.